കോടികളുടെ മുതലാ ഈ ചാക്കിന്റെ അകത്തെയും ഈ മെത്തയുടെ അടിയിലും കിടക്കുന്നേ. ഇത് കണ്ടില്ലേ, ഇത് മുഴുവൻ ടിക്കറ്റാ. ഇത് 25 കോടി കൂടുതൽ അടിച്ചാൽ പോലെ മുതൽ വരാനൊക്കെ ഇതേ 45 കൊല്ലമായി. 10,000 കൂടുതൽ അടിച്ചിട്ട് ആണ്ടിലോ സംക്രാന്തിക്കോ പിന്നെ 500, 100, 200 ഒക്കെ കിട്ടും. അത് 50,000 കളയുമ്പോഴായിരിക്കും ഒരു 500 കിട്ടുന്നത്. ഉണ്ടാക്കിയ കാശ് മുഴുവൻ ഇതിനകത്ത് കളഞ്ഞേക്കുക. ഞാൻ ഏതായാലും ഇതിനകത്ത് തകർന്ന് തരിപ്പണമായി പോയി. അതുകൊണ്ട് നിങ്ങള് യാതൊരു കാരണവശാലും എടുക്കല്ലെന്നുള്ള സ്വഭാവക്കാരനാണ് ഞാൻ. ഒന്നോ രണ്ടോ എടുത്താ പിന്നെ പോട്ടെ, വീട് പട്ടിണിയാകല്. ഇതുപോലെ എടുത്താ എൻ്റെ വീട് പട്ടിണിയായതുപോലെ വേറെ വീടും പട്ടിണിയാവും. വീട്ടിലിപ്പം ഈ കടം കാരണം വീട്ടുകാർ ഹോം നേഴ്സായിട്ട് പോയത്. ലോട്ടറി എടുത്താലേ നമ്മൾ തകർന്നേ. ഏതായാലും ഇതിനകത്ത് ഇത്രയും കാശ് പോയില്ല. ഇനി നമ്മൾ നിർത്തിയിട്ട് തന്നെ പറയുവാനോ? ഗവൺമെന്റ് നിർത്തുമ്പോൾ ഞാൻ നിർത്താം. പാരിതോഷികം തന്നെ സഹായിക്കുകയാണ് ഏറ്റവും നല്ലതാണ്. കാരണം ഇത് ഇത്രയും കോടാനകോടി രൂപ ഞാൻ കളഞ്ഞു വെച്ചിരിക്കുന്നവനാണ്. ഇനിയും പൊട്ടിക്കാനുണ്ട്. അതെല്ലാം ഈ കട്ടിലെ നിറഞ്ഞ വെളിയിലോട്ടേ പോവുള്ളൂ. അതിന്റെ പേരിലാണ് കുടഞ്ഞിടാത്തത്. ഇതിന്റെ മുകളിലാണ് ഞാൻ എന്നും കിടക്കുന്നത്. എന്നും വിഷമമാണ്. കാരണം പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ നമ്മൾ പിന്നെ ഇതിനകത്ത് കാശ് കളയുക. കാരണം അടിക്കും എന്നുള്ള ദൃഢവിശ്വാസം. നമ്മളൊക്കെ ഒരു മനുഷ്യന്റെ സഹായമില്ല. കാരണം എന്നാ വെച്ചാൽ ആശ്രയം ദൈവത്തിന്റെ. വീട്ടുകാരി എന്നും വഴക്കാ, ഇത് എടുക്കല്ലേ എന്നും പറഞ്ഞു. എനിക്ക് ഇപ്പൊ ഈ ഓട്ടോറിക്ഷയുടെ വരുമാനേ ഉള്ളൂ. പെട്രോൾ പമ്പിൽ നിന്ന് ടിക്കറ്റ് അടിച്ചേക്കുന്നേക്ക. അത് വൈകിട്ട് കൊണ്ട കാശ് കൊടുത്താൽ മതി. അവരങ്ങനെ സഹായം ചെയ്യാന്ന് പറഞ്ഞിട്ട് സർവേ ആൾക്കാരും നമ്മളോടെ കെറുവുമാ. എന്നാന്ന് വെച്ചാൽ ഈ ലോട്ടറി എടുക്കുന്ന കാരണം കവുങ്ങ കയറിയ കാശ് മുഴുവൻ പോയേക്കുക. ഇത്രയും നാൾ കവുങ്ങ കയറിയ 20 വയസ്സിലാ പാക്ക് വെച്ചോളം തുടങ്ങി. അത് മുഴുവൻ ഇതിനകത്ത് പോയതാ. 3 ചാക്ക എൻ്റെ കൊച്ചിന്റെ കല്യാണത്തിന് 12 വർഷത്തിന് മുമ്പ് കത്തിച്ച് കളഞ്ഞു. അത് ചുട്ട് ചാരം തെങ്ങിന് 3 തെങ്ങിന് ഇട്ടു. ഇവിടുത്തെ തെങ്ങിന് ചാര വിട്ടു. തെങ്ങിന് പറയുവാനും ഏതായാലും ഒരു ചെറിയൊരു തുകയിലും കിട്ടണം. ഇനി ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയൊരു തുകയിലും കിട്ടാതെ മാറാനും ഇല്ല. കാരണം ഈ കടം കിടക്കുന്നിടത്തോളം കാലം നമുക്ക് കടമില്ലാതെ ജീവിക്കണമല്ലോ. അതിനു വേണ്ടിയാണ് എടുത്തോണ്ടിരിക്കുന്നത്. വീട് പിന്നെ ഇത് തകർന്ന് തരിപ്പണമായി. പിന്നെ കഴിഞ്ഞ കൊല്ലം വന്ന് സീറ്റ് ഇട്ടതാ. മൊത്തം ജോലിമായിരുന്നു, ഓടായിരുന്നു. ഞാൻ 20 വയസ്സിൽ തുടങ്ങിയതാണ്.